ഈ ലോകത്തിൽ രണ്ട് തരം ആത്മാക്കളുണ്ട്. ഒന്ന് ദൈവത്തിൻ്റെ ആത്മാവ്, രണ്ട് ദുരാത്മാക്കൾ അഥവാ പൈശാചിക ശക്തികൾ. ഇതിന് രണ്ടിനും മനുഷ്യൻ്റെ ശരീരം കൂടിയേ തീരൂ. സ്വയമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുമെങ്കിലും സാധാരണ അങ്ങനെ പ്രവർത്തിക്കാറില്ല. സിസ്റ്റം അങ്ങനെയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു മനുഷ്യൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ വിശുദ്ധനാക്കും, ദൈവിക കാര്യങ്ങൾ ചിന്തിക്കും, ദൈവിക കാര്യങ്ങളിലേക്ക് ആ മനുഷ്യനെ നടത്തിക്കൊണ്ടിരിക്കും. എന്നാൽ പൈശാചിക ശക്തികൾ ഒരു വ്യക്തിയുടെ അകത്ത് കയറുമ്പോൾ ആ പിശാചിന് എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടോ, എന്തൊക്കെ നികൃഷ്ടമായ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ടോ അതെല്ലാം ആ വ്യക്തിയുടെ അകത്തിരുന്നുകൊണ്ട് ചെയ്യിക്കും. സാധാരണ മനുഷ്യരെല്ലാം നല്ല ആൾക്കാരാണ്. ഏത് ആത്മാവാണ് മനുഷ്യൻ്റെ അകത്തുള്ളത് എന്നുള്ളതനുസരിച്ചാണ് പലപ്പോഴും ആ വ്യക്തി ഉപയോഗിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ വ്യക്തിയുടെ പ്രവൃത്തികൾ ഉണ്ടാകുന്നത്. അകത്ത് നല്ല ആത്മാവാണെങ്കിൽ നല്ല പ്രവൃത്തികൾ ഉണ്ടാകും. അകത്ത് ദുഷ്ടാത്മാവുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൈശാചിക ശക്തികൾ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നികൃഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നരകത്തിൽ പോകാൻ യോഗ്യമായിട്ടുള്ള കാര്യങ്ങൾ ആ വ്യക്തിയെ കൊണ്ട് ചെയ്യിക്കും. എന്നിട്ട് ആ വ്യക്തിയെ നരകത്തിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ പദ്ധതി. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ അകത്ത് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് എന്ന് മനസ്സിലാക്കി ഇതിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവിനെ മാത്രം അനുവദിക്കുക.